അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തുടങ്ങാല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ. ഞാനൊരു ആയത്തുപടിക്കാരിയാണ്. ആയത്തുപടിക്കാരി ആയിരുന്നു, ഇനി ചെമ്പിക്കാരിയാണ്. പക്ഷെ ഞാൻ ആയത്തുപടിക്കാരിയാണ്. ഇന്ന് ഞങ്ങളുടെ പള്ളിയില് പെരുന്നാളാണ്, മാതാവിന്റെ തിരുനാളാണ്. അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയം. ശരിക്കും പള്ളിപ്പെരുന്നാൾ മിസ് ചെയ്യുന്നുണ്ട്, വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. അത് പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണല്ലോ, എല്ലാവർക്കും ഒരു വികാരമാണ്. ആ ഒരു പ്രത്യേക ദിവസത്തിലാണ് നമ്മൾ എല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മള് ഭക്ഷണം കഴിച്ച്, അതെ, വിരുന്നുകാര് വരും, നമ്മള് പള്ളിയിൽ അടിച്ചു പൊളിച്ച് നടക്കും. അങ്ങനെ ഒരു പ്രത്യേക ദിവസമാണല്ലോ പള്ളി. ഇപ്പൊ നമ്മള് പപ്പയമ്മേനെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ നമുക്ക് കിട്ടില്ല, കാരണം അവര് നല്ല തിരക്കിലായിരിക്കും. ഫുഡ് വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെന്തെങ്കിലും നല്ല തിരക്കിലായിരിക്കും. അപ്പൊ അമ്മ ഓൾറെഡി എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കുന്നതിന്റെ ഉള്ള ഒരു ലിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോ ഈ ഫുഡ് മുഴുവൻ ടേബിളിൽ ഉണ്ടാവും. ഇതൊക്കെ കാണിച്ചു തരും. എന്നിട്ട് എന്റെ അടുത്ത് പറയും എന്റെ ദൈവം, അത് കാണുമ്പോ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മിസ്സിങ്. അതെ, അപ്പൊ ഇത് എന്തായാലും ഇതൊക്കെ സംഭവിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വെൽ പ്ലാൻഡ് ആണ്. അവിടെ അമ്മ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്രാവശ്യം എന്റെ പെരുന്നാൾ ട്രീറ്റ് കഴിച്ചിന് കൊടുക്കാൻ പോവാണ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അവിടെ ഉണ്ടാക്കുന്ന എല്ലാ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന രുചികളൊന്നും വരില്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പോർക്കും കൂർക്കയും. അപ്പൊ അതാണ് ഞങ്ങള് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങക്ക് മാങ്ങാക്കറി ആട്ടോ മെയിന്. ചോറ്, മാങ്ങാക്കറി, എഴുച്ചൻ്റെ മോരുകറിയാണ്. പക്ഷെ ഞങ്ങളുടെ മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. കഴിച്ചു നോക്കണം മിസ്റ്റർ. കഴിച്ചു നോക്കിയിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ടാണ് അഭിപ്രായം. പിന്നെ ബീഫ് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒലത്തിയതുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒലത്തുണ്ടാവും. ചിക്കൻ ഒന്നെങ്കിൽ വറുത്തത് അല്ലെങ്കിൽ ഒന്ന് ഗ്രേവി ആക്കിയതുണ്ടാവും. പിന്നെ പോർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പോർക്കും കുറുക്ക എന്തെങ്കിലും ഒരു മിക്സ് ആയിട്ട് മീൻ വറ്റിച്ചത്, അല്ല കച്ചമ്പറെന്നും ഞങ്ങൾ പറയും. എന്താണെങ്കിലും പറയാം, സാധനം അടിപൊളിയാ. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടി നമ്മള് അന്ന് ഒരു പിടി പിടിക്കും. ഇതെല്ലാം കേട്ടപ്പോ തന്നെ അതെ. അപ്പൊ ഞങ്ങള് ഇതെല്ലാം കൂടെ പോയി ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് പെരുന്നാൾ വിശേഷവും ഒരു ഉഗ്രൻ കൂർക്കയും പോർക്കും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ജേർണിയിൽ നിങ്ങളും കൂടണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ കൂർക്കയും പോർക്കും സെറ്റാക്കാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് പോർക്ക് ഇവിടെ നുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്കമാലി പോർക്കിന്റെ അത്ര ഒരു ഗുണമില്ലല്ലേ? അങ്കമാലി പോർക്കെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പോർക്കിന്റെ അത്ര ഒരു ഗുണം ഇതിന് കാണാൻ പറ്റില്ല. നെയ്യ് കുറവായതുകൊണ്ടാണ്. നെയ്യ് കുറവാണ്. പിന്നെ മീറ്റിൽ നിന്നും അത്ര ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ഇവിടുത്തെ ഒരു ചൈനീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ നല്ല ബുച്ചർ ഷോപ്പ് ഉണ്ട് കേട്ടോ. കാനഡയിൽ നല്ല നല്ല ബുച്ചർ ഷോപ്പ് ഉണ്ട്. ട്രീറ്റ് എനിക്കാന്ന് പറഞ്ഞിട്ട്, പെരുന്നാൾ ട്രീറ്റ് എനിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്യിപ്പിക്കുകയാണ്. നാട്ടിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നാട്ടിലിടയ്ക്ക് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ കൂടുക. അപ്പോൾ എൻ്റെ അനിയത്തിയാണ്, ഞങ്ങൾ വിളിക്കുന്നത് മാളൂന്ന്. അപ്പോൾ അനിയത്തിയാണ് എൻ്റെ കൂടെ ഒക്കെ കൂടുന്നത്. അപ്പോൾ അവളെ ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ഷെഫ് ആക്കുമ്പോൾ ഞാൻ മെയിൻ ഷെഫ് ആവും. അപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവൾ അരിഞ്ഞിരുന്ന സാധനങ്ങളും പിന്നെ പൊടികളൊക്കെ എല്ലാം കൂടി കൂട്ടി ഞാൻ അങ്ങോട്ട് ഇടും. എന്നിട്ട് അവളെ ഞാൻ അസിസ്റ്റന്റ് ആക്കും. എല്ലാ പണിയെടുക്കുന്ന അവള് പക്ഷെ മെയിൻ സാധനം എല്ലായിട്ട് ഇളക്കുന്ന അത് പറഞ്ഞിട്ടായിരിക്കില്ല. അപ്പൊ ഏച്ചൻ അവിടെ പോർക്കൊക്കെ അരിഞ്ഞു കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബാക്കി എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് അരിയേണ്ടതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വറുത്തരച്ച് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഏറ്റവും ആദ്യം തേങ്ങ വറുത്തതാണ്. അപ്പോൾ ഭയങ്കര എളുപ്പത്തിന് എനിക്ക് വീട്ടിൽ നിന്ന് തേങ്ങ വറുത്ത് തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ദൂരെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു തുള്ളി വെള്ളം തുടിക്കാണ്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് നല്ല പോലെ പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് ഫ്രീസറിൽ വെച്ചാണ്ടല്ലോ കുറെ നാളിരിക്കും. ഇപ്പൊ നമ്മൾ എത്ര നാളായി കൊണ്ടുവന്നിട്ട്? ഇഞ്ചി വന്നിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പൊ അതിനൊരു കുഴപ്പമില്ല. വെള്ളം ഒന്നും ചേർക്കാണ്ട് പിന്നെ നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോലെ എടുത്ത് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് തേങ്ങ ഗ്രേറ്റ് ചെയ്തത് കിട്ടും, നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അമ്മയുടെ ഒരു സന്തോഷത്തിന് സമാധാനത്തിന് എനിക്ക് തന്നുവിട്ടതാണ്. അമ്മ വിചാരിച്ചത് പണ്ട് തീരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ സമയമില്ല വറുത്തരച്ചൊക്കെ ആവശ്യമായിട്ട് കറിയൊക്കെ. അപ്പം എന്തായാലും ആ തേങ്ങ ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ പൊടികളും കൂടി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ പൊടിയുണ്ട്? ഇതിനകത്ത് ഇപ്പോ കണ്ടിട്ട് ഇവളാണ് പൊടി പ്രിപ്പയർ ചെയ്തത്. ഇത് കണ്ടിട്ട് മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, കുരുമുളക് ഉണ്ട്, പിന്നെന്തൊക്കെയാ
പിന്നെ ഗരം ഗരം മസാല. മസാല ഉണ്ട്. അപ്പം ഇത് തേങ്ങയും കൂടി ചേർത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് അരയ്ക്കും. അങ്ങനെ ഞങ്ങൾ വറുത്തരച്ച പോർക്കും കൂർക്കയാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഈ കിച്ചണിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഫയർ അലാം ഉള്ളത്. സാധാരണ ഞാൻ ഇവിടെ കടുവറുക്കുക എന്ത് കാര്യം ചെയ്താലും അപ്പം അലാം അടിച്ച് ആകെ സീനാവാറുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ഒരാൾ ഡോറൊക്കെ തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അപ്പൊ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഡോർ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ ഡോർ തുറന്നിട്ട് ഇവിടെ അലാറൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ ഇവിടെ വന്നിട്ട് കടു പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അലാറം അടിച്ചപ്പോ ഞാനവിടെ ഇറങ്ങി ഓടി. എനിക്ക് എന്തോ ആംബുലൻസ് ഇവള് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒറ്റ ഓട്ടം പുറത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഓടിയത് മുകളിലത്തെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. പുക പോവാണെങ്കിൽ ഇവിടെ ആംബുലൻസ് വരും, ഫയർ എഞ്ചിൻ വരുന്നൊക്കെ ഞാൻ കേട്ടേക്കണേ. അപ്പൊ എനിക്ക് പേടി. എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടാക്കി ഇനി അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും പിന്നെ കറിവേപ്പിലയും കൂടി ഇടാൻ പോകും. അതെ, അത് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർക്കും കേട്ടോ. നമുക്ക് വീട്ടിൽ പെരുന്നാളിന് ഒരു 2 ദിവസം മുമ്പ് നമ്മൾ ഉണ്ട പിടിക്കും, അച്ചപ്പം ഉണ്ടാക്കും. എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമാണ്, നമുക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഉണ്ട പിടിക്കും, പിന്നെ അതുപോലെ തന്നെ അച്ചപ്പം ഉണ്ടാക്കും. ഉണ്ണിയപ്പമാണ് നമ്മുടെ പള്ളിയിലത്തെ നേർച്ച, അതുണ്ടാക്കും. ഉണ്ടയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. പപ്പായ ഉണ്ടാവും. ഭയങ്കര ചൂടന വേണം ഈ സാധനം ഉരുട്ടാൻ, അറിയാലോ. അപ്പൊ ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ടിട്ട് ആ ഒരു പാകത്തിന് വിളയിച്ച് അതിങ്ങനെ എടുത്ത് ഓരോ ദിവസം ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം. അപ്പൊ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അന്ന് എന്തോരം ചൂടിൽ വേണമെങ്കിലും ഇങ്ങനെ കഴിത്തു വരും. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കൈക്ക് ഇങ്ങനെ നോക്കി നോക്കി കൊണ്ടെടുക്കണ്ടേ. അന്നേരം അമ്മ ഞാനൊക്കെ ചപ്പാത്തി നല്ല ചൂടോടെ ചുട്ടത് കാണാറില്ല. അതല്ല ഇത് ഭയങ്കര ചൂടായിരിക്കും. അന്നേരം ആ സാധനം ഇങ്ങനെ ഉരുട്ടി ഒന്ന് ആക്കിത്തരും. അപ്പൊ ഞങ്ങളുടെ ജോലി, എന്റെയും പപ്പയുടെയും പിള്ളേരുടെയൊക്കെ ജോലി വെച്ചത് ഷേപ്പാക്കാം. എന്നിട്ട് കടിച്ച പൊട്ടാത്തോടെ ആക്കി വെക്കണം. ധാരെ ഉണ്ട പിടിച്ചെന്ന് കാര്യങ്ങൾ ചോദിക്കണം. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കുക്കറിലിട്ട് ഇവിടുത്തെ പോർക്ക് നമ്മൾ വിസിലടുപ്പിച്ചൊക്കെ വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാറാണ് പതിവ്. അപ്പം ചുമ്മാ നമ്മൾ തുറന്നിട്ട് തന്നെ വേവിക്കാൻ പോവാം, കുക്കറിലല്ലാതെ. അപ്പം ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ പോർക്ക് ആഡ് ചെയ്ത് വെക്കാൻ പോകട്ടെ. അങ്ങനെ നമ്മുടെ പോർക്ക് ഒരു 3/4 വേവി കൂടുതലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുറന്നിട്ടിട്ട് ആണ് വേവിച്ചത്. അതായത് കുക്കറിലല്ലായിരുന്നു, പ്രഷർ കുക്കറിലല്ലായിരുന്നു. ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ കൂർക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അതെ, കൂർക്ക കുറവാണ്, കൂടുതലും പോർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും പോർക്കിൽ കൂർക്കയിട്ടാണ്, അല്ലാണ്ട് കൂർക്കയിൽ പോർക്കിട്ടതല്ല. പക്ഷെ എനിക്കിഷ്ടം കൂർക്ക കൂടുതലുള്ളതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇത്. പൊളിക്കും നമ്മൾ. ഞാൻ ഇതുവരെ ഈ പോർക്കും കൂർക്കയും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണേ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ഡിഷ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ. ടേസ്റ്റ് ചെയ്തൊക്കെയാണ് ഇവിടെ ഉണ്ട്. പറ. നല്ല, ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം മാത്രമേ ആയിട്ടുള്ളൂ. എന്തൊക്കെയാണ് മാങ്ങാക്കറി, ബീഫ്, മീൻകറി, തോരൻ, അപ്പൊ കുറെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അസിസ്റ്റന്റ് ഷെഫ് ഞാൻ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.